ഹലോ, ഞാൻ ഡോക്ടർ വീണ സാബു. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ള പല പുരുഷന്മാരും രഹസ്യത്തിൽ സഹിക്കുന്ന ഒരു കാര്യമാണ് അവർക്കുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷൻ. അതായത് സെക്ഷൽ ഡ്രൈവിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, ഡിസയർ ഉണ്ടാവും, പക്ഷെ ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഇറക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത, അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ തന്നെ ഇജാക്കുലേഷന്റെ സമയത്തുണ്ടാകുന്ന ചില പ്രോബ്ലംസ്, ഇതൊക്കെ അവരെ വല്ലാതെ അലട്ടുന്നുണ്ടാകും. ചില സോഷ്യൽ സ്റ്റിഗ്മ മൂലം ഇവരത് പുറമെ പറയുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വളരെ നാളായിട്ടുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് മൂലം പെനിസിലേക്ക് ഉണ്ടാകേണ്ട ബ്ലഡ് ഫ്ലോയുടെ കുറവ്, അതുപോലെ തന്നെ നെർവ്സിനുണ്ടാകുന്ന ചില ഡാമേജസ്, ഇത് കൂടാതെ ആങ്സൈറ്റി, ഡിപ്രഷൻ, മറ്റ് ചില സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ ഇതിന് കാരണമായേക്കാം. കാരണം എന്ത് തന്നെ ആയാലും നിങ്ങൾ ഡയബറ്റീസ് നല്ല പോലെ തന്നെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കുക. ചിട്ടയായ വ്യായാമം, ഭക്ഷണം എന്നിവ ഒരു പരിധിവരെ ഇതൊന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്നിട്ടും നിങ്ങൾക്ക് ഈ പ്രോബ്ലം മറികടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് മടി കൂടാതെ നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് ഇത് തുറന്നു പറയുക. കാരണം ഇതിന് വേണ്ടിയിട്ട് കൃത്യമായ മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. എന്നിട്ടും മരുന്നുകൾ കൊണ്ട് മാത്രം ഇതിനൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ യൂറോളജിസ്റ്റിനെ സമീപിക്കാവുന്നതാണ്. ഇപ്പോൾ പെനൈൽ ഇംപ്ലാന്റ്സ്, അതുപോലെ തന്നെ വാക്വം ഡിവൈസസ്, അതുപോലെ തന്നെ ഇൻജെക്റ്റബിൾ മെഡിസിൻസ്, ഇതൊക്കെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് നിലവിലുണ്ട്. ഓർക്കുക, നിങ്ങളുടെ സെക്ഷൽ ഹെൽത്തും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോഷ്യൽ സ്റ്റിഗ്മ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തടസ്സമാകാതിരിക്കട്ടെ. താങ്ക് യു.